ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ താരങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നു. നടന്മാരായ ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും നോട്ടീസ് നൽകും. പ്രതി തസ്ലിമ സുൽത്താനയുടെ സിനിമാ മേഖലയിലെ ബന്ധങ്ങൾ അന്വേഷിക്കാൻ മൊബൈൽ ഫോൺ പരിശോധിക്കും. ലഹരി ഇടപാടുകൾ നടക്കുന്നത് വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും വഴിയെന്നാണ് കണ്ടെത്തൽ. ദേവൻ MP ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ദേവൻ, ഈ സാധാരണ ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു മൊഴി വന്നാൽ സ്വാഭാവികമായും മാധ്യമങ്ങൾക്കും ആളുകൾക്കുമൊക്കെ താല്പര്യമുള്ള പേരുകളായതുകൊണ്ട്, സെലിബ്രിറ്റീസിൻ്റെ പേരുകളായതുകൊണ്ട് അതിന് പിന്നാലെ പിന്നെ എല്ലാവരും തൂങ്ങാറുണ്ട്. ഇതൊക്കെ അടിസ്ഥാനമുള്ള ആരോപണങ്ങളാണ് എന്നുള്ള തോന്നലിൽ നിന്നാണോ ഇങ്ങനെ നോട്ടീസ് നൽകാനൊക്കെയുള്ള തീരുമാനം? അതോ ഈ താരപ്പൊലിമയുടെ ഒരു ഇടവഴിയിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആവേശം ആളുകളുമായി പങ്കുവയ്ക്കാമെന്നുള്ള ചിന്തയേ ഉള്ളൂ? എന്താണ് യഥാർത്ഥത്തിൽ തോന്നുന്നത്? അർഷൻ, ഈ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള തസ്ലീമ സുൽത്താന എന്ന് പറയുന്ന വ്യക്തിക്ക് സിനിമാ മേഖലയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് തന്നെയാണ് എക്സൈസ് സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇവർ വർഷങ്ങളായി സിനിമാ മേഖലയിൽ സഹകരിക്കുന്ന ആളാണ്. മാത്രമല്ല, ഇവർക്ക് ചില ഭാഷകളിൽ, മറ്റ് വിദേശ ഭാഷകളിൽ അടക്കം പ്രാവീണ്യമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഈ തിരക്കഥാ രചനയിലും ഒപ്പം തന്നെ തിരക്കഥാ വിവർത്തനത്തിലുമൊക്കെ ഇവർക്ക് ഈ സിനിമാ മേഖലയുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ സിനിമാ മേഖലയിലേക്ക് അന്വേഷണം വ്യാപിക്കുന്നതും. കഴിഞ്ഞ ദിവസം ഇവരെ ചോദ്യം ചെയ്യുന്നതിന്, റിമാൻഡിൽ പോകുന്നതിന് മുമ്പ് ഉള്ള ഒരു ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിൽ ഈ സിനിമാ താരങ്ങളായിട്ടുള്ള ഷൈൻ ടോം ചാക്കോയുടെയും ശ്രീനാഥ് ഭാസിയുടെയും പേര് ഇവർ എക്സൈസ് സംഘത്തിന് മൊഴി നൽകുന്നത്. ഇവരുമായി ലഹരി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും മാത്രമല്ല ഇവർ ഒരുമിച്ച് ലഹരി ഉപയോഗിച്ചിരുന്നതായും ഉള്ള കാര്യങ്ങൾ എക്സൈസ് സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പേരുകൾ ഈ ഒരു കേസിലേക്ക് വരുന്നതും. എന്നാൽ ഇപ്പോൾ ഈ റിമാൻഡിലായിട്ടുള്ള പ്രതികളെ ഈ വിശദമായ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡി അപേക്ഷ നൽകുന്നുണ്ട്. ആ ചോദ്യം ചെയ്യലിലായിരിക്കും ഇനി കൂടുതൽ ഇവരുമായി ബന്ധപ്പെട്ട ഇടപാടുകളും ഒപ്പം മറ്റ് താരങ്ങളോ അല്ലെങ്കിൽ മറ്റാളുകളുമായി എന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടി തെളിവുകൾ ലഭ്യമാക്കുക. ഏതായാലും ഇവരുടെ ഫോൺ ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇതിൽ കൂടി കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്. കാരണം പല വാട്സ്ആപ്പ് ചാറ്റുകളും ഈ നീക്കം ചെയ്ത നിലയിലാണ് ഈ ഫോൺ കണ്ടെത്തിയപ്പോൾ ഉണ്ടായിരുന്നത്. അതെല്ലാം തന്നെ റിട്രീവ് ചെയ്തെടുക്കാനായി ഫോറൻസിക് പരിശോധനയ്ക്കായി നൽകിയിട്ടുണ്ട്. ഇതുകൂടി ലഭ്യമാകുമ്പോഴായിരിക്കും ഇവർ ഈ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഇവർ ഈ മൊഴി നൽകിയ പ്രകാരം ഇത്തരത്തിൽ ഈ ആളുകളുമായി ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഇടപാടുകൾ. ദേവനാണ് വിവരങ്ങൾ നൽകിയത്. ഈ സിനിമാ താരങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ലഹരി മാഫിയയുമായി ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് കൂടി കടക്കുന്നു എന്നാണ് ആലപ്പുഴയിൽ നിന്ന് ദേവൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അവർക്ക് നോട്ടീസ് നൽകുമെന്നുള്ള വിവരം കൂടിയാണ് ലഭ്യമാവുന്നത്.